11:30 ആയപ്പോൾ എനിക്കൊരു ഫോൺ. മരക്കൂട്ടത്തിൽ വെച്ച് അനന്തൻ ഇങ്ങനെ ഒരു പാമ്പ് കടിച്ചിരിക്കുക. കയ്യിലിരുന്ന് തോർത്തിനെ കീറി മുകളിലോട്ട് വെച്ചാൽ കെട്ടി തകര പാട്ടിയെടുക്കാൻ കീറി നോക്കപ്പോൾ ഇദ്ദേഹത്തിന് സഞ്ചി തണ്ട് കുപ്പിയിരിക്കുന്നു. അപ്പം ലൈറ്റൊന്നും ഇല്ലാത്തതിൽ എന്ത് വെള്ളമാണെന്ന് നോക്കും. വെള്ളമാണ്. ഈ വെള്ളത്തിനെ എടുത്ത് ഈ വെച്ച് കഴിയുന്നു. വളരെയധികം കാഠിന്യമുള്ള വിഷമാണ് സ്പർശിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് മരുന്ന് ചെയ്തു? മരുന്നൊന്നും ചെയ്തില്ല. നിങ്ങൾ എന്തോ മരുന്ന് ചെയ്തിട്ടുണ്ട്. എന്താണ് 18ാം പടിയുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ചും ഒപ്പം തന്നെ പടിപൂജയാണെങ്കിലും? അതെ, വിഹിതമായ വിശ്വാസങ്ങളിലൂടെ അല്ല നമ്മുടെ ഭാരത സംസ്കൃതി നിലകൊണ്ടുള്ളൂ. വിശ്വാസങ്ങളെല്ലാം അലിഖിതമാണ്. മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ആഗ്രഹത്തോടു കൂടിയാണ് അവൻ ഈ 18 പടികൾ. അയ്യപ്പൻ മാത്രമാണ് അവൻ്റെ മനസ്സിൽ. ആ പടികളിൽ ചവിട്ടിയെത്തുമ്പോൾ ആ പടിക്കും ഒരു പവിത്രത ഉണ്ടാവുന്നു. ആ പടിയിൽ ഒരു ജീവൻ തന്നെ കിട്ടുന്നുണ്ട്. ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമായി നമ്മളെല്ലാവരും സ്വീകരിക്കുന്ന അപ്പവും അരവണയുമാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള നിവേദ്യം. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും. ഏത് പടികളാണ്? മനുഷ്യ ശരീരത്തിലുള്ള ഈ 6 പടികളാണ്. നീ ആരെയാണോ കൽപ്പിച്ചത്, നീ ആരെയാണോ തേടുന്നത്, നീ ആരെയാണ് വിശ്വസിക്കുന്നത്, മറ്റുള്ള ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെയോ മറ്റുള്ളവരെ സ്പർശിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ശബരിമല അതില്ല. ഇനി നമ്മള് ശബരിമലയിലെ പൂജാതി കർമ്മങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു ചിട്ടകൾ വരുന്നത്? ചിട്ടകള് അവിടെ ഒരു ദിവസത്തെ പൂജ ആരംഭിക്കുന്നത് രാവിലെ നട തുറന്നാൽ മേൽശാന്തി വന്ന് നട തുറക്കുന്നു. നട തുറന്നു കഴിഞ്ഞാൽ അഭിഷേകം എല്ലാം തന്ത്രിയാണ്. മേൽശാന്തി നട തുറന്നാൽ സാധാരണ മറ്റുള്ള ക്ഷേത്രങ്ങളിലെല്ലാം നല്ലെണ്ണ ആടി ഭാഗച്ചാർത്തോടു കൂടിയൊക്കെയാണ് തുടങ്ങുക. പക്ഷെ ഇവിടെ അതല്ല. ആദ്യം ഭസ്മാഭിഷേകമാണ്. ഭസ്മാഭിഷേകം കഴിഞ്ഞാൽ തീർത്ഥജലം, അഷ്ടദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം. ഇതെല്ലാം അവിടെ പൂർത്തീകരിച്ച ശേഷം മലർ നിവേദ്യം കഴിഞ്ഞാൽ ഭഗവാന്റെ ഇഷ്ട വഴിപാടായ നെയ്യഭിഷേകം സമാരംഭിക്കുകയാണ്. നെയ്യഭിഷേകം ആദ്യം സ്വർണ്ണനിമിതമായ കലശത്തിൽ നിറച്ച് ആദ്യം അഭിഷേകം ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഭക്തന്മാർ കൊണ്ടുവരുന്ന ആ ഇരുമുടിയിൽ നിറച്ച് കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങിലെ നെയ്യ് അഭിഷേകത്തിനായി സ്വീകരിച്ച് അഭിഷേകം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നേരെ ഗണപതി ഹോമ മണ്ഡപത്തിൽ തന്ത്രി ഗണപതി ഹോമം നടത്തുമ്പോൾ സഹകർമ്മിയായിട്ട് മേൽശാന്തി ഉണ്ടാവും. പിന്നെ 7 മണി കഴിയുമ്പോൾ ഉഷപൂജയായി. 7 മണിക്ക് ഉഷപൂജയ്ക്ക് വേണ്ടി നെയ്യഭിഷേകം നിർത്തിവെച്ച് അവിടെ എല്ലാം വൃത്തിയാക്കി ഉഷപൂജ സമാരംഭിക്കുന്നു. ഉഷപൂജയ്ക്ക് ഭഗവാൻ നിവേദ്യം പാൽപ്പായസവും ഇടിച്ചു കഴിഞ്ഞ പായസവും വെള്ള നിവേദ്യവുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നെയ്യഭിഷേകം ഉഷപൂജ കഴിഞ്ഞാൽ സമാരംഭിക്കും. പിന്നെ ഉച്ചപൂജ വരെ നെയ്യഭിഷേകം തുറന്നുകൊണ്ടിരിക്കും. 12 മണി ആകുമ്പോൾ ഉച്ചപൂജയാണ്. ഉച്ചപൂജയ്ക്ക് 25 കലശത്തോടു കൂടിയാണ് ഉച്ചപൂജ. അപ്പോൾ ഭഗവാൻ നിവേദ്യം അരവണയും വെള്ള നിവേദ്യവുമാണ്. അത് കഴിഞ്ഞാൽ തിരുനട അടച്ച് സന്ധ്യദീപാരാധന 5 മണിക്ക് നട തുറന്നു. അല്ലെങ്കിൽ നട തുറക്കുന്ന അപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ദിവസം ചിലപ്പോൾ ഭക്തജനങ്ങളുടെ ബാഹുല്യം ഉണ്ടെങ്കിൽ നട തുറക്കുന്നതും അടയ്ക്കുന്നതും സമയവ്യത്യാസം വരുത്താറുണ്ട്. നട തുറന്നു കഴിഞ്ഞാൽ ഭഗവാനെ മഹാത്രിമൂലം നേദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ദർശനം എല്ലാവർക്കും കൊടുക്കും. അത് കഴിഞ്ഞാൽ സന്ധ്യദീപാരാധന. അതിനുശേഷം പുഷ്പാഭിഷേക വഴിപാടുകളുണ്ടെങ്കിൽ പുഷ്പാഭിഷേകം. സീസണിൽ ഇതിലുണ്ടാവില്ല. സീസണിൽ പുഷ്പാഭിഷേകം ഉണ്ടാവും, പടിപൂജ ഉണ്ടാവില്ല. പുഷ്പാഭിഷേകം, പടിപൂജ ഇതെല്ലാം ബാക്കിയുള്ള ദീപാരാധന കഴിഞ്ഞാണ് നടക്കുക. അത് കഴിഞ്ഞാൽ അത്താഴപൂജ. അത്താഴപൂജയ്ക്ക് ഭഗവാൻ നിവേദ്യം വെള്ള നിവേദ്യമാണ്. അത്താഴപൂജയുടെ പ്രസന്ന പൂജാ സമയത്ത് ഭഗവാന്റെ ഒരു മഹാ ഔഷധമായ പാനകം എന്ന് പറയുന്ന ദിവ്യ ഔഷധം അവിടെ നിവേദിക്കാറുണ്ട്. അത് പ്രത്യേക രീതിയിലാണ് തയ്യാറെടുക്കുക. അവിടുത്തെ അരവണയിലും അതേപോലെ നമ്മുടെ നാട്ടിലുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കൂട്ടാണ്. അതാണ് അവിടുത്തെ അരവണയ്ക്ക് എത്രത്തോളം സ്വാദിഷ്ടമായിരിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ വാങ്ങുന്ന അരവണയെക്കാളും അകത്ത് നിവേദിക്കുന്ന അരവണയ്ക്ക് കൃത്യത പാലിച്ചാണ് അത് അവിടെ റെഡിയാക്കുന്നത്. അതേപോലെ പാനകവും ഉണ്ണിയപ്പവുമാണ് രാത്രിയിൽ അത്താഴ പൂജയ്ക്ക് പ്രസന്ന പൂജയെങ്കിൽ നിവേദിക്കുക. പ്രസന്ന പൂജ കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞാൽ ഹരിവരാസനത്തിന് മുമ്പായി അവിടെ നിൽക്കുന്ന ഭക്തന്മാർക്കെല്ലാം ഈ ദിവ്യ ഔഷധമായ പാനകം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്നു. അങ്ങനെയാണ് ഒരു ദിവസത്തെ പൂജ ചുരുക്കി പറഞ്ഞത്. അതിനിടയ്ക്ക് വിശേഷാൽ വഴിപാടായി പുഷ്പാഭിഷേകം, പടിപൂജ, അഷ്ടാഭിഷേകങ്ങൾ ഇതെല്ലാം ഉണ്ടാകും. അതൊക്കെ ഒരുപക്ഷെ ഭക്തജനബാഹുല്യത്തിനനുസൃതമായ സമയവ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും. അത്രയേ ഉള്ളൂ. ഇതാണ് നിത്യപൂജകൾ ഇവിടെ പരിഗണിക്കുക. ഈ പാനകത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് അത്ഭുതം പറയാനുണ്ട്. പാനകത്തെക്കുറിച്ചൊക്കെ പാനകം ഒരു ദിവ്യ ഔഷധമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എൻ്റെ അനുഭവത്തിൽ മാസപൂജ കഴിഞ്ഞ് അവിടെ തന്നെ മാളികപ്പുറത്ത് സഹായിയായി നിന്ന
ഒരു അനന്തൻ എന്ന് മറ്റാണ് അദ്ദേഹത്തിന്റെ പേര്. ഉം. അദ്ദേഹം മേശാന്തി മുറിയിൽ വന്നു. എൻ്റെ മേശാന്തി മുറിയിൽ വന്നിട്ട് അവിടെ മേശാന്തി അപ്പോൾ വന്നപ്പോൾ എൻ്റെ അവിടെ കുറച്ച് പാനകം അധികം ഒരു കുപ്പിക്കകത്ത് പാനകം. മേശാന്തി ഞാനിത് കൊണ്ടുപോകട്ടെ. ഞാൻ ഒന്ന് കൊണ്ടുപോകുള്ളൂ, എല്ലാവരും സേവിച്ചാണ് കൊണ്ടുപോകണം. അദ്ദേഹം പാനകം കൊണ്ടുപോകും. അത്രേ എനിക്കറിയത്തുള്ളൂ. രാത്രിയിൽ ഇത് അദ്ദേഹം പോയ ഒരു 10:30 മണി കഴിഞ്ഞു. ഒരു 11:30 മണിയൊക്കെ ആയപ്പോൾ എനിക്കൊരു ഫോൺ. മരക്കൂട്ടത്ത് വെച്ച് അദ്ദേഹമല്ല വിളിക്കുന്നത്, അവിടുന്ന് തന്നെ എന്തോ ഒരു മാളികപ്പുറത്ത് തന്നെ ഏതോ കച്ചവടം ചെയ്യുന്ന ഒരാൾ പോയപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മേശാന്തി ഇങ്ങനെ സംഭവമുണ്ട്, അനന്തൻ ഇങ്ങനെ ഒരു പാമ്പ് കടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പാമ്പ് കടി ഏറ്റു. അദ്ദേഹത്തിന് ആസ്മയുടെ ഒരു ചെറിയൊരു ചാറ്റമഴയുണ്ട്. പാമ്പ് വന്ന് കടിച്ചിട്ട് അങ്ങ് പോയി. പെട്ടെന്ന് അവിടെ കണ്ട് വിളിച്ചു. അനന്തൻ ഇങ്ങനെ അടുത്ത് വിളിക്കുന്ന കണ്ടപ്പോൾ ഈ വന്ന കച്ചവടക്കാരൻ കണ്ടു, എന്താ പറ്റി കാണിച്ചു. അപ്പോഴത്തേക്കും ബോധം കുറേശ്ശെ ക്ഷയിച്ചു തുടങ്ങി. ഉടനെ തന്നെ ആ വ്യക്തി എന്ത് ചെയ്തു, അവിടെ കിടന്ന ഒരു തകരപ്പാട്ടയെടുത്ത് അതേപോലെ പുള്ളിയുടെ കയ്യിലിരുന്ന തോർത്തിനെ കീറി മുകളിലോട്ട് വെച്ചാൽ കെട്ടി തകരപ്പാട്ടയെടുത്ത് കീറി കഴിഞ്ഞപ്പോൾ അവിടെ വെള്ളമില്ലല്ലോ. നോക്കപ്പോൾ ഇദ്ദേഹത്തിന് സഞ്ചി തൻ്റെ കുപ്പിയിരിക്കുന്നു. അപ്പം ലൈറ്റൊന്നും ഇല്ലാത്തതിൽ എന്ത് വെള്ളമാണെന്ന് നോക്കും, വെള്ളമാണ്. ഈ വെള്ളത്തിനെ എടുത്ത് ഈ വെച്ച് കഴിയാൻ നോക്കിയപ്പോൾ ഭയാനകമായൊരു നല്ല ഒരു സർപ്പമാണ് കൊത്തിയിട്ട് പോയിരിക്കുന്നത്. ഉടനെ ഞാൻ എന്നെ വിളിച്ചു. അപ്പം അവരുടെ കയ്യിൽ വേറെ ഒന്നുമില്ല, അവർക്ക് എന്നെ മാത്രമേ വിളിച്ചു. ഞാൻ ഉടനെ തന്നെ അവിടുന്ന് എനിക്ക് പരിചയമുള്ള എല്ലാവരെയും വിളിച്ചു. ഒന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഒരാളിനെ വിളിച്ചു. അദ്ദേഹം മിസ്റ്റർ ജയകുമാറാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം അവിടുന്ന് പമ്പയിൽ നിന്ന് പോയിരിക്കുന്നു. നേരെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അവിടെ വിളിച്ചു പറഞ്ഞു. അവരവിടുന്ന് നേരെ ഇവിടെ വന്ന് അദ്ദേഹത്തെ സ്ട്രെച്ചറിൽ പമ്പയിൽ എത്തിക്കുന്നു. പമ്പയിൽ നിന്ന് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്വന്തം കാറിൽ അദ്ദേഹത്തോട് ഞാൻ പത്തനംതിട്ട കൊണ്ടുപോകാൻ, അദ്ദേഹം പത്തനംതിട്ട കൊണ്ടുപോകാതെ നേരെ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അപ്പോഴത്തെ സമയം ഏകദേശം 2 മണിക്കൂറോളം, രാത്രി ആയതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോകാൻ പറ്റും. 2-2.5 മണിക്കൂറോളം കഴിഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ നോക്കിയപ്പോൾ വളരെയധികം കാഠിന്യമുള്ള വിഷമാണ് സ്പർശിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് മരുന്ന് ചെയ്തു എന്ന് ചോദിച്ചു. മരുന്നൊന്നും ചെയ്തില്ല. നിങ്ങൾ എന്തോ മരുന്ന് ചെയ്തിട്ടുണ്ട്? അപ്പോൾ അവരൊന്നും ചെയ്തില്ല. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴത്തെ അവർ ബാക്കി എല്ലാ ക്ലീനിങ്ങും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തു. എന്തോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, കാരണം ആ വിഷം കലർന്ന രക്തം മുഴുവൻ കുറച്ച് കൂടുതലും പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പുറത്തെല്ലാം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് വളരെ കാഠിന്യമുള്ള വിഷമാണ്, പക്ഷെ എന്തായാലും അകത്തോട്ട് പോയിട്ടില്ല, തിരിച്ചിറങ്ങിയിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് വെച്ചപ്പം മെഡിക്കൽ മിഷനിലെ ആ ഡോക്ടർ ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്ന ആളാണോ വിശ്വസിക്കാത്ത ആളാണോ, അറിവുള്ള ആളാണോ അറിവില്ലാത്ത ആളാണോ, അദ്ദേഹം എന്തോ സംഭവിച്ചിരിക്കുന്ന അത്ഭുതം. സംഭവിച്ചത് ഈ പാനകം എന്ന് പറയുന്ന ആ ദിവ്യ ഔഷധം, അത് ഔഷധം എന്ന് ആയിട്ടോടെ വർക്ക് ചെയ്തതോടൊപ്പം തന്നെ ഇതിനകത്തിലാണ് ഇതിൻ്റെ കണ്ടന്റ്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നതെല്ലാം തന്നെ മരുന്നുകളാണ്. ഈ മരുന്നുകൾ മരുന്നായും അവിടെ ഭവിച്ചു. ഭഗവാന്റെ അത്ഭുത അല്ലെങ്കിൽ ഭഗവാന്റെ സായുജ്യവും സ്പർശനവുമുള്ള അല്ലെങ്കിൽ നിവേദിച്ച ആ പാനകം അവിടെ ഒരു മരുന്നായി അവിടെ ഭവിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള കുറച്ച് എരിവൊക്കെ ഉള്ളതാണ്, കുരുമുളകൊക്കെ ചേരുന്നതാണ്. ആ എരിവ് കൊണ്ട് കുറച്ച് രക്തം മുഴുവനായി പെട്ടെന്ന് പുറത്തേക്ക് അങ്ങ് പോകാൻ സാധിച്ചു. അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ആ സമയത്ത് അത് ഉപകരിച്ചു. സമയത്ത് അത് തന്നെ എടുത്ത് ഒഴിക്കാം. ഒരു പക്ഷേ വെറും ഒരു വെള്ളമാണെങ്കിൽ ചിലപ്പോൾ ഇത്രത്തോളം ബ്ലഡ് പുറത്തേക്ക് പോകണമെന്നില്ല. സാധിച്ചു. എല്ലാം കഴിഞ്ഞു, കഴുകി വിട്ടു, അവർ ക്ലീൻ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തെ ആ ഒരു പെട്ടെന്നുണ്ടായ പേടിയിലുണ്ടായ ഒരു ഷോക്കാണ്. ഇപ്പോൾ കുഴപ്പമില്ല, നോർമൽ ആവുന്നുണ്ട്, വിഷയമില്ല. പക്ഷെ ഇപ്പോൾ പുള്ളി ഇന്നത്തേക്ക് ഒബ്സർവേഷനോടെ കിടക്കട്ടെ. അത് മാത്രമല്ല പുള്ളിക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഈ മുറുക്കിയ കെട്ടൊരല്പം കൂടുതൽ മുറുകി പോയുണ്ട്, ആ നെർവ്സിന് ചെറിയുണ്ട്. അതിനുവേണ്ടി കുറച്ചൊന്ന് ചെയ്യേണ്ടി വരും. അത് മാത്രം ചെയ്തു, ഒന്നുമില്ല. ഇപ്പോഴും ആ അനന്തൻ എന്ന് പറഞ്ഞ ആൾ പിന്നെ കുറച്ചു കാലമൊക്കെ മളികപ്പുറത്ത് വന്നു. അപ്പം പിന്നീട് എന്നെ കാണുമ്പോഴെല്ലാം എൻ്റെ ജീവൻ രക്ഷിച്ച മേശാന്തി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അത് ഭഗവാൻ കൊടുത്ത ഒരു അത്ഭുതം. ഞാനല്ല, സാക്ഷാൽ അയ്യപ്പ സ്വാമി. അപ്പം ആ പാനകത്തിൻ്റെ ഒരു അത്ഭുതം നമുക്ക് പറയുകയാണ്. പക്ഷെ അത് വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇന്നും ആ സ്വാമി ഇപ്പോഴും ഒരു അത്ഭുതമായിട്ട് തന്നെ എടുക്കുന്നു. കാരണം ആ സമയത്ത് അത് ഉപകരിച്ചു എന്നുള്ളതാണ്. ഭഗവാൻ അത് വന്നെടുത്തുകൊണ്ട് പോകാനും ആ സമയത്ത് അതെടുത്ത് കഴുകാനും എല്ലാം സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അത്ഭുതം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ അവിടുത്തെ ഓരോന്നിനെ കുറിച്ച് എടുത്താൽ നമുക്ക് അതിനകത്ത് വിശ്വസിക്കുന്നവന് ഓരോ അത്ഭുതങ്ങളാണ് അവിടെ ഇരിക്കുക. ഇപ്പൊ നമ്മള് ഇതുപോലെ തന്നെയാണ് നെയ്യഭിഷേകത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരുപാട് താന്ത്രിക പ്രാധാന്യമുണ്ട് ശബരിമലയിൽ നെയ്യഭിഷേകത്തിന്. ഒപ്പം തന്നെ അത് പ്രസാദമായി നമ്മളിലേക്ക് എത്തുമ്പോൾ അതിനും ഔഷധ ഗുണമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം താന്ത്രിക പ്രധാനത്തെക്കാൾ ഒരു വിശ്വാസ പ്രമാണമാണ് കൂടുതൽ. നെയ്യഭിഷേകത്തിന് താന്ത്രിക പ്രാധാന്യത്തെക്കുറിച്ച്
പറയുന്നതിനേക്കാളും ഉപരി അതിൽ ആത്മസമർപ്പണം, ഭക്തന്മാരെ കഠിന വ്രതമെടുത്ത് അത് ജീവാത്മാവും പരമാത്മാവും സങ്കല്പിച്ച് ആ നെയ്ത്തേങ്ങയ്ക്കുള്ളിൽ നിറച്ച് അത് ഭഗവാന് സമർപ്പിക്കാൻ പറ്റുന്നു. ഭഗവാനെ പൂർണ്ണ വിശ്വാസത്തോടെ ഭഗവാന് സമർപ്പിക്കുന്നു. ആ ഭഗവാന്റെ തിരുബിംബത്തിൽ, ഇത്രയും ദേവചൈതന്യം സ്ഫുരിക്കുന്ന ബിംബത്തിൽ അഭിഷേകം പൂർത്തീകരിച്ച് കിട്ടുന്ന ആ നെയ്യ് അനവധി പേർക്ക് ഔഷധമായി ഭവിച്ചിട്ടുള്ളത് കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് അവിടുത്തെ ഒരു വിശ്വാസവും. അതുകൊണ്ടാണ് അവിടുത്തെ നെയ്യഭിഷേകത്തിന് ഇത്രത്തോളം പ്രാധാന്യം. നമുക്കറിയാം, ഗുരുവായൂരെ ആടിയ എണ്ണ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ഭഗവാനെ ആടുന്ന അല്ലെങ്കിൽ അഭിഷേകം കഴിക്കുന്ന എണ്ണയാണ്. അതിനകത്തിന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഹൈന്ദവ വിശ്വാസങ്ങളിലെല്ലാം തന്നെ ഒരു സത്യത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് അതിനകത്ത് തന്നെ സയന്റിഫിക്കലായിട്ട് നമുക്ക് പലതും ചിന്തിക്കാൻ പറ്റും. കാരണം അഞ്ഞനക്കല്ലിൽ രൂപീകൃതമായിരിക്കുന്ന ഭഗവത് സ്വരൂപത്തിലാണ് ഗുരുവായൂർ നെയ്യ് ആ എണ്ണ ആടിയെടുക്കുന്നത്. ആ ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആ ചൈതന്യം സ്ഫുരിക്കുന്ന ബിംബത്തിൽ അഭിഷേകം കഴിച്ചെടുക്കുന്ന എണ്ണയാണ് ഗുരുവായൂരിന് കിട്ടുന്നത്. അതാണ് ഗുരുവായൂർ എണ്ണയ്ക്കും ഇത്രയായിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നെയ്യഭിഷേകം പൂർണ്ണമായി ഭഗവാന്റെ ശരീരത്തിൽ അഭിഷേകം കഴിച്ചെടുക്കുന്ന നെയ്യിന് പരമപവിത്രമായിട്ടാണ് ആൾക്കാർ, ഭക്തന്മാർ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ വർഷവും ശബരിമല എത്തുന്ന അയ്യപ്പന്മാർക്ക് ഇത്തവണ അഭിഷേകം കഴിഞ്ഞ് കൊണ്ടുപോകുന്ന നെയ്യ് അടുത്ത തവണ തിരിച്ചു വരുന്നതിനും വരെ ആ നെയ്യ് കുറച്ചുകൂടെ സൂക്ഷിക്കും. കാര്യം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും വയറുവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവർ കൊച്ചു കുട്ടികൾക്ക് എന്തെങ്കിലും, അങ്ങനെയൊക്കെ അവരുടെ മനസ്സിന്റെ വിശ്വാസമാണ്. മരുന്നിന്, രോഗത്തിന് മരുന്ന് കൊടുക്കണം, അതിനുപരി നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് ആ ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഒരു തുള്ളി നമ്മൾ കൊടുക്കുമ്പോൾ അത് അവന് ഔഷധമായി അവിടെ ഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം തന്നെ 18-ാം പടി ഏറെ പ്രാധാന്യമുള്ളതാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം. എന്താണ് 18-ാം പടിയുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ചും, ഒപ്പം തന്നെ പടിപൂജയാണെങ്കിലും ഓരോ ദേവതാ സങ്കല്പങ്ങളുണ്ട് ഓരോ പടിക്കും എന്ന് കേട്ടിട്ടുണ്ട്, അതിനെ കുറിച്ച് കൂടി. അതെ, 18-ാം പടി എന്ന് പറയുന്നത് ലോകത്തെങ്ങും ഇല്ലാത്ത ഒരു പ്രത്യേകമായ ഒരു ആരാധനാക്രമമാണ് ശബരിമലയിൽ. ശബരിമലയിൽ ഈ 18 പടികളെ കുറിച്ച് അനവധി സങ്കല്പങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിപ്പോൾ ഇവിടെ പറയുന്നില്ല. കാരണം 18 മലകളാണെന്ന് പറയുന്നുണ്ട്, 18 തത്വങ്ങളാണെന്ന് പറയുന്നുണ്ട്, പിന്നെ അങ്ങനെ പല വിശ്വാസങ്ങളാണ്. ആ വിശ്വാസങ്ങൾക്കുപരി ആ 18 പടികളിലും 18 ദേവതാഭാവങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും 18 ദേവതാഭാവങ്ങളെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്നുമാണ് വിശ്വാസം. അങ്ങനെ താന്ത്രിക പ്രധാനമായി ആ 18 പടികളിലും പ്രത്യേക പൂജയുണ്ട്. അതാണ് പടിപൂജ. ആ 18 പടികളിലും പൂജ കഴിക്കുന്നത് ആരാധ്യനായ തന്ത്രിയാണ്. ഇതിലെല്ലാം ഇടയ്ക്ക് ഒരു തവണ എനിക്കൊരു പൂജ കഴിക്കാൻ ഭാഗ്യവും കിട്ടി. കാരണം അന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു ദിവസം ആ 18 പടികളിലും പ്രത്യേകമായി ദേവതാ സങ്കല്പത്തിൽ പൂജ ചെയ്ത് അഭിഷേകവും ചെയ്ത് അവിടെ നിവേദ്യവും സമർപ്പിച്ച് ആ പൂജ ചെയ്യുന്ന ആ പടിയിലൂടെ നമ്മളുടെ ആ പുണ്യപാപ ചുമട് വേണ്ടി നമ്മൾ 18 പടികളും ചവിട്ടിയാണ് ഭഗവത് ദർശനത്തിനെത്തുന്നത്. ആ ഇരുമുടിക്കെട്ട് ഏന്തുന്ന ഒരു ഭക്തനെ മാത്രമേ ആ 18 പടി ചവിട്ടി കയറാൻ പറ്റൂ. അല്ലെങ്കിൽ പന്തള രാജാവ്, അല്ലെങ്കിൽ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട ഭഗവാന്റെ കാര്യത്തിനോട് നിയോഗിക്കപ്പെട്ടവർക്ക് മാത്രം. അങ്ങനെ 18 പടികളിലും ചവിട്ടി ഭഗവാനെ ദർശിക്കുന്നു എന്നുള്ള ലോകത്തെങ്ങുമില്ലാത്ത ഒരു ആരാധനാക്രമമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ പവിത്രത നമുക്കറിയാം. നിഷ്കളങ്കമായി, നിഷ്കളങ്ക ഭക്തിയോടുകൂടി, നിസ്വാർത്ഥമായി, നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഭക്തിയോടെ എത്തുന്ന ഭക്തനാണ്. അവൻ്റെ പരിപൂർണമായ മനസ്സ് മുഴുവൻ അയ്യപ്പ എന്നുള്ളൊരു വിളിയിൽ അയ്യപ്പ ദർശനത്തിന് വേണ്ടി മാത്രം കൊതിക്കുന്ന മനസ്സോടുകൂടിയാണ് അവനെ 18 പടികളും ചവിട്ടുക. അത് തന്നെ ഒരു ഈശ്വരീയ ശക്തിയാണ്. ഇത്രയും ഭക്തന്മാരവിടെ ആ പാദമൂന്നുന്ന ആ ദർശനത്തിന് വേണ്ടി ആ ഉള്ളിൽ ഉള്ള ആ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ആഗ്രഹത്തോടു കൂടിയാണ് അവൻ ഈ 18 പടികൾ. അയ്യപ്പൻ മാത്രമാണ് അവൻ്റെ മനസ്സിൽ. ആ പടികളിൽ ചവിട്ടിയെത്തുമ്പോൾ ആ പടിക്കും ഒരു പവിത്രത ഉണ്ടാകുന്നു. ആ പടിയിൽ ഒരു ജീവൻ തന്നെ കിട്ടുന്നുണ്ട്. അതിലെല്ലാം സ്പർശിച്ച് നമ്മൾ പോകുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു അത്ഭുതം തന്നെയാണ്. ഒരു അദൃശ്യമായ ശക്തി തന്നെ അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. ഇതുപോലെ തന്നെയാണ് ശരംകുത്തിയെ എടുക്കുകയാണെങ്കിൽ, ശരംകുത്തിയിൽ ശരം കുത്തുക എന്ന് പറയുന്നത് ഏതൊരു സ്വാമിയെ സംബന്ധിച്ചിട്ടും ഏറെ പ്രത്യേകിച്ച് കന്നിമല വരുന്ന സ്വാമിമാരാണ്. അപ്പൊ ശരംകുത്തി നമ്മൾ അതേ ശബരിമലയിൽ നിന്ന് നമ്മൾ എരുമേലി വരെ വരുമ്പോൾ ഓരോ ആചാരത്തിന്റെ ഭാഗമായിട്ട് ശരംകുത്തിയിൽ ശരം കുത്തുക, പിന്നെ ശബരിപീഠത്തിൽ അവിടെ ദർശനം നടത്തുക, ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. അതെല്ലാം ഐതിഹ്യങ്ങളിലും ഒക്കെ നടന്നിരിക്കുന്നതായ ഇതിലാണ്. അവിടുത്തെ ആചാരങ്ങൾ അങ്ങനെയാണ്. നമുക്കറിയാം, നമ്മുടെ ഹൈന്ദവ തത്വങ്ങളിൽ, നമ്മുടെ സനാതന ധർമ്മത്തിൽ മുഴുവൻ തന്നെ നമ്മുടെ വിശ്വാസങ്ങളൊന്നും ലിഖിതമല്ല. ലിഖിതമായ വിശ്വാസങ്ങളിലൂടെ അല്ല നമ്മുടെ ഭാരത സംസ്കൃതി നിലകൊണ്ടുള്ളൂ. വിശ്വാസങ്ങളെല്ലാം അലിഖിതമാണ്. പക്ഷേ വിശ്വാസങ്ങളെല്ലാം സത്യസന്ധവും, ഞാൻ പറഞ്ഞല്ലോ, സയൻറ്റിഫിക്കലും ശാസ്ത്രീയമായിട്ടും തെളിയിക്കപ്പെട്ടതും ശാസ്ത്രീയമായി വിശ്വസിക്കാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു സത്യമുണ്ട്. അങ്ങനെ അലിഖിതമായ ആ വിശ്വാസങ്ങളിലൂടെ നമ്മൾ വരുമ്പോൾ ആ ആചാരങ്ങളുടെ ഭാഗമാണ് ഈ പമ്പയിൽ സ്നാനം,
അത് കഴിഞ്ഞാൽ അപ്പാച്ചിമേട്ടിൽ ചെന്ന് ആ മലയുടെ മുകളിൽ ചെന്ന് അവിടെ ആ അഗാധ ഗർത്തത്തിലൂടെ നിൽക്കുന്ന അവിടുത്തെ വന്യജീവികൾക്ക് വേണ്ടി നമ്മൾ അപ്പാച്ചിമേട്ടിൽ ഉണ്ടെഴുതുക, ശബരിപീഠത്തിൽ ദർശനം നടത്തുക, ശരംകുത്തിയിൽ വന്ന് ശരം കുത്തുക. ഇതെല്ലാം നമ്മുടെ ആചാരത്തിൻ്റെ ഈ ഓരോ പടികളായി കടന്ന് നമ്മൾ വന്ന് ആ ഭഗവത് ദർശനത്തിന് വേണ്ടി നമ്മൾ പോകുന്നു. പല അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു സന്ദേശമാണ്. ജീവിതത്തിൽ നമുക്കറിയാം, ഇല്ലായ്മയും നമ്മുടെ സുഖവും ദുഃഖവും എല്ലാം നിറഞ്ഞുകൊണ്ട് പലതും അനുഭവിച്ചാണ് നമ്മൾ ജീവിതത്തിലെ ലക്ഷ്യത്തിലെത്തുക. ജീവിതത്തിൽ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് അതിലൂടെയാണ്. അത് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് മഹാസന്ദേശം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ഭഗവത് സാന്നിധ്യത്തിലൂടെ നമ്മൾ ഭഗവത് സാന്നിധ്യത്തിന് വേണ്ടി ഭഗവത് ദർശനത്തിന് വേണ്ടി പോകുമ്പോൾ അനവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കഷ്ടതകളും എല്ലാം നിറഞ്ഞ് എല്ലാം ഉൾക്കൊണ്ട് എല്ലാം അനുഭവിച്ച് സഹജീവികളുടെ അവരോടുള്ള സ്നേഹവും അവരോടുള്ള അവരുടെ സന്തോഷവും അവർ നമ്മൾ അവർക്കും കൊടുക്കുന്ന സഹായങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണ സന്യാസിയായി എല്ലാം ഭഗവാനാണെന്ന് മനസ്സുകൊണ്ട് നമ്മളവിടെ ആ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടാണ് ആ ഭഗവത് ദർശനത്തിലെത്തുക. അത് തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളും നമുക്ക് വിവാഹം കഴിച്ചാൽ കുട്ടികൾ അല്ലെങ്കിൽ കൊച്ചുമക്കളെ ഇതിങ്ങനെ പലതും നമ്മൾ അനുഭവിച്ച് സുഖവും ദുഃഖവും എല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ അറിഞ്ഞുകൊണ്ട് ഈ പ്രകൃതിയെ മുഴുവൻ അനുഭവിച്ചുകൊണ്ട് നമ്മൾ അവസാനം വരെ നമ്മൾ ജീവിക്കുന്നു. അത് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യന് നമുക്കറിയാം, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും. ഏത് പടികളാണ്? മനുഷ്യ ശരീരത്തിലുള്ള ഈ 6 പടികൾ, 6 അവസ്ഥകൾ, മൂലാധാരം മുതൽ സഹസ്രാഗം വരെയുള്ള 6 പടികൾ മുഴുവൻ കടന്നുകൊണ്ട് ആ ഭഗവാനെ ദർശിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് പോലെ ഈ കടമ്പകളെല്ലാം കടന്ന് കരിമലയും നീലിമലയും അപ്പാച്ചിമേടും ഇപ്പാച്ചിക്കുഴിയും ശരംകുത്തിയും എല്ലാം ഉൾക്കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ സത്യമായ പൊന്ന് 18 പടികളിൽ നമ്മൾ ചവിട്ടി അവിടെ എല്ലാം ഓരോ പടികളിലും നമിച്ചുകൊണ്ട് ആ 18 പടി കയറി അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ തന്നെ നിങ്ങളോട് പറയുന്നു, തത്വമസി. നീ ആരെയാണോ കൽപ്പിച്ചത്, നീ ആരെയാണോ തേടുന്നത്, നീ ആരെയാണ് വിശ്വസിക്കുന്നത്, അത് നിന്നിൽ തന്നെയുണ്ട്. നമുക്ക് കിട്ടുന്ന ഒരു മഹാബോധമാണ്. ആ തത്വമസി പൊരുളായിരിക്കുന്ന ഭഗവാനെ ചെന്ന് കാണുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സമദർശനമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. സമദർശനം. ഇവിടെ ഒന്നും പ്രത്യേകതയില്ല. ഇവിടെ ആരിലും മറ്റുള്ള ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെയോ മറ്റുള്ളവരെ സ്പർശിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ശബരിമല അറിയില്ല. ഇവിടെ ഒന്നിനും ഒരു വ്യത്യാസമില്ല. സമദർശനമായിരുന്നു അവിടുത്തെ ഒരു മഹത്വം. ആ സമദർശനമായിരിക്കുന്ന ആ ഭഗവത് ചൈതന്യത്തെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് ഒരിക്കലെ വീരമണിയുടെ ഒരു ഗാനത്തിലുണ്ട്, നൽമുത്തുമണിയോട് ഒരു ചിഹ്നമാലി. അതായത് ചെറിയ മുത്തുമണികളോട് ഒരു മാല, നവരത്ന ഒളിയോട് അവിടെ നിന്ന് കിട്ടുന്ന നവരത്ന ഒളി പ്രകാശം, ആ പ്രകാശത്തിലൂടെ കിട്ടുന്ന ഒഴിഞ്ഞിടും മാലി, എല്ലാ ദുഃഖങ്ങളും അവിടെ നിന്ന് മാറുകയാണ്. കാരണം നമുക്കറിയാം, ഭഗവാന്റെ മുമ്പിൽ ചെന്ന് സങ്കടത്തോടുകൂടി നമ്മളോട് ചെന്ന് ഭഗവാനോട് എന്തൊക്കെയോ പണ്ട് സുദാമാവ് കൃഷ്ണനോട് പറയാൻ പോയ പോലെ പല സങ്കടങ്ങളും പറയാനാണ് പോകുന്നത്. പക്ഷെ ആ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് അയ്യപ്പ എന്ന് വിളിക്കുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് മാറിക്കൊടുക്കേണ്ടി വരുന്നു. പറയേണ്ടതെല്ലാം മറക്കുന്നു. പക്ഷെ പറയേണ്ടതെല്ലാം ആ പരമ്പരയിൽ അറിയാം. അദ്ദേഹം അത് ചെയ്തുകൊള്ളും. അദ്ദേഹം നമുക്ക് ചെയ്യും. പക്ഷേ നമുക്ക് അർഹിക്കപ്പെട്ടതാണെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ നമുക്ക് മാറ്റി കിട്ടും. നമുക്ക് അർഹിക്കപ്പെട്ടതാണെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടും. നമുക്കുള്ള ദുഃഖങ്ങൾ തീർച്ചയായിട്ടും ഭഗവാൻ മാറ്റിത്തരും. ഇതൊന്നും അവിടെ പറയണ്ട, പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാവും. ആ മനസ്സ് വായിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും. അങ്ങനെയാണ് ഓരോ ഭക്തനും അവിടെ വന്ന് ഭഗവാനെ ഒന്ന് കാണുവാനും ദർശിക്കുവാൻ വേണ്ടി ഇത്രയും നേരം അവിടെ ക്യൂ നിന്ന് ഇത്രയും ദിവസങ്ങൾ വ്രതമെടുത്ത് ഇത്രയും സഹനശക്തിയോടുകൂടി ഇതെല്ലാം ത്യജിച്ചുകൊണ്ട് ഈ കാടും മേടും കല്ലും മുള്ളും എല്ലാം ചവിട്ടി ആ ഭഗവത് സന്നിധിയിൽ എത്തുന്നത് തന്നെ ആ ഭഗവാന്റെ തിരുമുമ്പിൽ നിന്ന് ഒരു നോക്ക് കണ്ട് സായുജ്യം അടയുവാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ നമുക്കറിയാം, ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമായി നമ്മളെല്ലാവരും സ്വീകരിക്കുന്ന അപ്പവും അരവണയുമാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള നിവേദ്യം? ഭഗവാൻ ഇഷ്ടം, അത് നമുക്ക് ഓരോ ദേവന്മാർക്ക് ഭഗവാൻ ഇതെല്ലാം തന്നെ ഇഷ്ടമാണല്ലോ. അതിനെല്ലാം ഉപരി നമ്മൾ ഓരോ ദേവതാ സങ്കല്പത്തിൽ പ്രതിഷ്ഠാനന്തരം അവിടുത്തെ പ്രധാന നിവേദ്യമായിട്ട് മഹാനിവേദ്യമായിട്ട് കരുതാറുണ്ട്. അങ്ങനെ ശബരിമലയിലെ അപ്പവും അരവണയും ആയതുകൊണ്ടാണ് അവിടുത്തെ മഹാനിവേദ്യമായിട്ട് പറഞ്ഞത്. ഭഗവാൻ ഏത് ഇഷ്ടഭോജ്യം അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ പറഞ്ഞല്ലോ, എല്ലാം പിന്നെ പഞ്ചഭൂതങ്ങളുടെ സമന്വയമാണ് ആ പരബ്രഹ്മ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ. ആ പഞ്ചഭൂതങ്ങളുടെ നാഥനാണ്, ഭൂതനാഥനാണ് ഭഗവാൻ. അതാണ് ഭൂതനാഥൻ. അങ്ങനെ തമിഴിൽ പറഞ്ഞാൽ 5 ഭൂതങ്ങൾ, 5കളുടെയും അപ്പനാണ്, 5ന്റെയും അപ്പനാണ് അയ്യപ്പൻ. അപ്പോൾ അതിന്റെ ഭൂതനാഥനായിരിക്കുന്ന ഭഗവാന് ഇഷ്ടഭോജ്യമൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം ഭക്തൻ എന്തു കൊടുത്താലും നിറഞ്ഞ മനസ്സോടെ അദ്ദേഹം സ്വീകരിക്കും. പക്ഷെ അവിടുത്തെ താന്ത്രിക വിധാനം അനുസരിച്ചുള്ള പൂജാകർമ്മങ്ങളിൽ പ്രധാന നിവേദ്യം അപ്പവും അരവണ ആയതുകൊണ്ട് അതിനെ ഭക്തന്മാർ ഇഷ്ടഭോജ്യമായി കണക്കാക്കി വാങ്ങുന്നു. അത് ഔഷധമായിട്ട് തന്നെ സ്വീകരിക്കുന്നു. അത് എല്ലാവർക്കും
അത് സ്വീകാര്യമാവുന്നു. അതേപോലെ തന്നെയാണല്ലോ ഇതെങ്ങും പറഞ്ഞിട്ടില്ല പാനകം, പക്ഷെ പാനകത്തിന്റെ അത്ഭുതം കണ്ടില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്കത് ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ഓരോന്നും, അവിടെ നിന്ന് എന്ത് കിട്ടിയാൽ നമുക്കറിയാം, ചില ഭക്തന്മാർക്ക് അവിടെ നിന്ന് എന്ത് കിട്ടിയാലും മതി. അരവണയെന്നോ അപ്പമൊന്നും ഒന്നുമില്ല, അവന് എന്ത് കിട്ടിയാലും അവനത് ഔഷധമായിട്ട്, അവൻ ദിവ്യമായിട്ട് കണക്കാക്കിയാണ് ഓരോ ഭക്തന് കൊണ്ടുപോകുന്നത്. എന്ത് കിട്ടിയാലും മതി. അവന് അവിടുന്ന് കിട്ടുന്ന ഒരു നുള്ളു ഭസ്മമാണെങ്കിലും, കുറച്ച് ചന്ദനമാണെങ്കിലും, അകത്ത് നിന്ന് കിട്ടുന്ന ഒരു പുഷ്പമാണെങ്കിലും, അവനത് നിറഞ്ഞ മനസ്സോടെ ദിവ്യമായിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. അവന്റെ അനുഭവത്തിലും അത് തന്നെയാണ്. ഈ വൃശ്ചിക മാസത്തില് മല ചവിട്ടാനെത്തുന്ന അയ്യപ്പന്മാരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ വൃശ്ചമാസത്തിൽ നിന്ന് മാത്രമല്ല, ഇനിയുള്ള വൃശ്ചമാസങ്ങളെല്ലാം എത്തുന്ന ശബരിഗിരീശനെ ദർശിക്കുവാൻ എത്തുന്ന ഓരോ ഭക്തനും പരിപൂർണ മനസ്സോടെ, പൂർണ്ണ വ്രതത്തോടുകൂടി ആ ഭഗവാന്റെ പാദം ദർശിക്കുവാൻ, ഭഗവത് ദർശനത്തിന് വേണ്ടി എത്തുന്ന ഓരോ ഭക്തർക്കും ആ പൊന്നുതമ്പുരാൻ എനിക്ക് ലഭിച്ചതുപോലെ ഓരോ അനുഭവ സമ്പത്തുകൾ ലഭിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവിധ അനുഗ്രഹങ്ങളും കലിയുഗവരദനും കൺകണ്ട ദൈവവും സെവിപ്പോർക്ക് ആനന്ദമൂർത്തിയും അനാഥരക്ഷകനും ആപൽ ബാന്ധവനും എല്ലാമായിരിക്കുന്ന ആ ഭഗവാൻ, കലിയുഗത്തിൻ്റെ കണ്ണായ കലിയുഗവരദനായ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത്രയും നേരം ഭഗവാനെക്കുറിച്ച് നിങ്ങളോട് സംവദിക്കുവാൻ, എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ, ഭഗവാനിലൂടെ എനിക്ക് ലഭിച്ച എൻ്റെ അനുഭവ സമ്പത്തുകൾ നിങ്ങൾക്ക് കൈമാറുവാൻ സാധിച്ചത്, അതിന് ഞാൻ ഭഗവാനോട് കടപ്പെട്ടിരിക്കുന്നു. എല്ലാം അയ്യപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. സ്വാമിയെ ശരണമയ്യപ്പ. ഒരുപാട് സ്നേഹം, സന്തോഷം കണ്ടതിലും ഇത്രയും അനുഭവം ഞങ്ങൾക്കൊപ്പം പങ്കുവച്ചതിലും. സ്വാമിയെ ശരണമയ്യപ്പ. അതും ഭഗവാന്റെ ഒരു നിയോഗം എന്ന് വിചാരിക്കുക.